ഇന്ന് നമുക്ക് ഒരു വെജ് സ്റ്റൂ തയ്യാറാക്കാം. അതിന് 3 ഉരുളൻകിഴങ്ങും 4 സവാളയും 4 പച്ചമുളകും കഷ്ണങ്ങളാക്കി മാറ്റുക. ഒരു പ്രഷർ കുക്കറിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നുറുക്കിയ സവാളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളിയുടെ പച്ച കെട്ട് കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പൊടി നന്നായി ചൂടായി കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ്, നമ്മൾ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് ഇളക്കുക. ഉരുളൻകിഴങ്ങ് ചേർത്ത് നന്നായി പൊടി അതിലേക്ക് പിടിച്ചു കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ 2.5 കപ്പ് തേങ്ങയുടെ 2ാം പാൽ അതിലേക്ക് ചേർത്ത് ഇളക്കി പ്രഷർ കുക്കർ അടച്ച് വെച്ച് 1 വിസിലിൽ അത് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ തുറന്നു കഴിഞ്ഞാൽ നമ്മളൊരു തവി ഉപയോഗിച്ച് അതിലെ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായി ഉടച്ചെടുക്കുക. തീ നന്നായി കൂട്ടിയിട്ട് കഷ്ണം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർക്കാം. ഈ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തീ തീരെ കുറയ്ക്കണം. നന്നായി ചെറിയ ഇത് നമ്മൾ അതിനെ ചൂടാക്കി മാത്രമേ എടുക്കാവൂ, തിളയ്ക്കാൻ പാടില്ല. ഇത് വളരെ രുചികരമായ സ്റ്റൂ ആണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.